Amarthveni Live with Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Easter. Okay, judges. നമ്മുടെ രാജാ സാറിനെ കുറിച്ചൊക്കെ വാദോരാതെ സംസാരിച്ചു. ഇനി നമുക്ക് അടുത്ത വേറൊരാളെ കുറിച്ച് സംസാരിക്കാം. KS Chitra Magic Round. Okay, so let's welcome Archana. വസന്തമേ നീ മൂകവീണയിൽ ഒരു ദേവഗീതമായി നിറയുമോ ആദ്യ വർഷമേ തളിരിലത്തുമ്പിൽ ഒരു മോഹബിന്ദുവായി പൊഴിയുമോ ആദ്യ വസന്തമേ ഈ മൂകവീണയിൽ ഒരു ദേവഗീതമായി നിറയുമോ ജാതങ്ങളായി മാറാം ആദ്യ വസന്തമേ ഈ മൂകവീണയിൽ ഒരു ദേവഗീതമായി നിറയുമോ
Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. അർച്ചന, എന്തോ ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. താങ്ക് യു. ഇതും ചാനലിൽ തന്ന സോങ് ആണോ? ചാനൽ തന്നെ. ഓ, നമ്മുടെ ചാനലിൽ സെലക്ട് ചെയ്യുന്ന സോങ്സ് ഒക്കെ വൻ സോങ്സ് അല്ലേ? സെമി ഫൈനലില്. ഓ സൂപ്പർ. എങ്ങനെ ഉണ്ടായി? കുഴപ്പമില്ല തോന്നുന്നു. ജഡ്ജസിനോട് ചോദിക്കാൻ അതല്ലേലും ജഡ്ജസിനോട് ചോദിക്കണമല്ലോ. ചോദിക്കേണ്ടി വരും. അതെ. ചേച്ചി അർച്ചന സൂപ്പർ മോളെ, താങ്ക് യു. വെരി നൈസ്. കാരണം ഇതിനു മുന്നേ അർച്ചന പല ഒരു കൺസിസ്റ്റൻസി ഇല്ലാണ്ട് ഇങ്ങനെ പോണ്ടായിരുന്നു അല്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയായി വരണം എന്നുള്ള. ഇത് ഇറ്റ്സ് എ ഡിഫിക്കൾട്ട് സോങ്. നന്നായിട്ട് പാടി. താങ്ക് യു. ചില സംഗതികളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അത് എക്സ്പെക്ട് ചെയ്യാത്ത വിധത്തിൽ വളരെ സ്മൂത്ത് ആയിട്ട് അങ്ങ് ആ സംഗതികളൊക്കെ വന്നു. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ആദ്യം ഡീറ്റെയിൽസ് പറയൂ. ഇത് വിഷ്ണുലോകം എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. മ്യൂസിക് ചെയ്തിട്ടുള്ളത് രവീന്ദ്രൻ മാഷാണ്. എഴുതിയത് കൈതപ്രം സാറാണ്. പാടിയത് KS ചിത്ര മാം. ഇതിന്റെ ചില ഭാഗങ്ങൾ പോർഷൻസ് ഹൈ ആണ്, എന്നാൽ അതേപോലെ ലോവർ പോർഷൻസും വരുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു സ്കെയിലിൽ ചെയ്തതാണ്. ഇപ്പോൾ രവീന്ദ്രൻ മാഷിന്റെ പല സോങ്സിലും ഇപ്പോൾ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എനിക്കെന്ന് പറയുന്നത് പാഹി പരമ്പൊരുളയാണ്. അതിൽ ഒരു സ്കെയിൽ കുറയ്ക്കാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞാൽ വളരെ ലോ ആവും, കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഹൈ ആവും. അപ്പോൾ അത് അങ്ങനെ പ്ലാൻ ചെയ്ത് ചില കൺസ്ട്രക്ഷൻ അദ്ദേഹം നടത്തുന്നുണ്ട് കോമ്പോസിഷനിൽ. അപ്പോൾ അത് നമുക്ക് ശ്രുതി എവിടെയും മാറ്റാൻ പറ്റില്ല. അതുപോലത്തെ ഒരു പാട്ട്. ഇത് നല്ല ഹൈയും പോകുന്നുണ്ട്, അതേപോലെ ബേസ് സംഗതി ഗുടുഗുടുഗുടുന്ന് പറഞ്ഞ ബേസിലോട്ടും പോകുന്നുണ്ട് അല്ലേ? അപ്പം അത് നല്ലപോലെ മാനേജ് ചെയ്തു. കാരണം ഞാൻ ശ്രദ്ധിച്ചത് അർച്ചന ചിലപ്പോൾ പാടുമ്പോൾ ആർക്കായാലും ഫീമെയിൽ പാടുമ്പം ഒരു ഫോൾസെറ്റോ അല്ലെങ്കിൽ ഹെഡ് വോയിസ് നേരെ താഴത്തെ ബേസ് റേഞ്ചിൽ വരുമ്പോൾ ശബ്ദം വേറിട്ട് നിൽക്കും, വേറെ പോലെ നിൽക്കും. പക്ഷെ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു മോളെ. നല്ലൊരു ടോണൽ സ്ട്രക്ചർ വന്നിട്ടുണ്ട് വോയിസിന്. അത് നല്ലൊരു കാര്യമാണ്. ഓർക്കസ്ട്ര പൊളിച്ചടുക്കി. ഇതിൽ ഈ പറഞ്ഞ മാതിരി ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ എനിക്കിതിൽ മോളുടെ ആ സംഗതികളിൽ ഞാൻ വീണുപോയി. അതുകൊണ്ട് മറ്റൊന്നും പറയുന്നില്ല, ഞാൻ മൈക്ക് കൈമാറുന്നു. താങ്ക് യു. താങ്ക് യു ചേച്ചി. MG സർ. അർച്ചന സർ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഈ പാട്ട് പാടി ഫലിപ്പിക്കാൻ ഇത്തിരി പ്രയാസമാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഈ റേഞ്ച്, കാരണം ആ മേളിൽ നിന്ന് താഴെ വരുമ്പം എങ്ങനെയായാലും ആ ബോട്ടം പോർഷൻ വരുമ്പോഴത്തേക്ക് ക്ലാരിറ്റി നഷ്ടപ്പെടാനുള്ള ഒരു 100% ചാൻസസ് ഉണ്ട്. പക്ഷെ കുട്ടി രക്ഷപ്പെട്ടു. പിന്നെ സംഗതികളൊക്കെ പാടിയത് നന്നായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാനൊരു സംഗതി പാടിയിരുന്നു. 7 ഉള്ളൊരു വർമ്മയിൽ പേടതൻ സൗഹൃദ പീലിയൽ എന്നൊരു സംഗതി ഉണ്ടായിരുന്നു. അത് പാടിയതേ ഇല്ല. പിന്നെ അത് കേട്ടിട്ടേ അല്ല. കേട്ടിട്ടില്ല. അല്ല സർ, അതാണ് സത്യം. കൂടുതൽ തവണ കേട്ടത് ചിത്രയുടെ. ഓക്കെ, സാരമില്ല. എന്തായാലും നല്ലൊരു പാട്ട്, ബ്യൂട്ടിഫുൾ സോങ്. ഈ സോങ് റെക്കോർഡ് ചെയ്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. രാത്രി 11 മണിക്കാണ്. എവിടാന്നറിയോ അണ്ണാച്ചി? ABM RR, നമ്മുടെ സമ്പത്ത്. ഇതിനകത്താണ് കസ്തൂരി, എൻ്റെ കസ്തൂരി അറിയാമല്ലോ, കമലിന്റെ പടമാണ് വിഷ്ണുലോകം. അർച്ചന നന്നായിട്ട് പാടി. എനിക്ക് ഈ അനുപല്ലവിയുടെ എൻ്റെ മാത്രമാണ് ഒരു ഇത്തിരി ഒന്ന് ലൂസായി പോയോന്നൊരു സംശയം തോന്നി. എൻ്റെ അനുപല്ലവിയുടെ ആ പോർഷൻ ഒന്ന് പാടാമോ? അത് ഈസി ആയിട്ട് താരിളം കൈ കുറച്ചുകൂടെ ഫ്രീ ആകും. അതെ, ഇന്ദ്രജാ അതെ. അവിടെ മാത്രമാണ് എനിക്കൊരു ചെറിയത് ഒരു തോന്നി. പിന്നെ ഇതിലേ വരുമോ എന്നുള്ള പോർഷൻ. ടോട്ടലി പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് രസമായിട്ട് പാടിയിട്ടുണ്ട്. ഓക്കെ, സന്തോഷമായോ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശരത് സർ. അർച്ചന നല്ല മനോഹരമായിട്ടുള്ള പാട്ട്, ഉഗ്രമായിട്ട് പാടി, നന്നായിട്ട് പാടി. പിന്നെ എനിക്കുള്ള ഒരു സംശയം, 7 ഉള്ളൊരു അതെന്താണ്? അത് ഒന്ന് പാടിയ കൃത്യമായിട്ട്. 7 വാർമയിൽ ആ സൗഹൃദ പീലികളോടെ അതാണോ? സൗഹൃദ പീലികളോടെ
ആ ക്ലാരിറ്റിയേ ഇല്ലായിരുന്നു ആദ്യം പാടിയപ്പോൾ. ഒരു എന്തരോ പോലിരുന്ന് കേട്ടോ. പിന്നെ ഈ ചരണത്തിൽ ഈ വൈഡൂര്യ അതൊന്ന് പാടാമോ? ആ രേണു ആയിരുന്നു പ്രോബ്ലം കേട്ടോ. അത് കൃത്യമായിട്ട് പാടുക, അത്രേ ഉള്ളൂ. നല്ല എന്താ പറയുക, നല്ല സുഖമുള്ള ഒരു ഇത് ചാനലിൽ നിന്ന് തന്നതാണ്. താങ്ക് യു. അർച്ചന കാണാൻ നല്ല ഐശ്വര്യമുണ്ട് അർച്ചന ഇന്ന് കേട്ടാ. പിന്നെ പാട്ട് നന്നായിട്ട് പാടി. എനിക്ക് ഫീൽ ചെയ്തത് ഈ പറഞ്ഞ പോലെ ഒരു റഷ്, പല്ലവിയൊക്കെ കഴിയുമ്പോഴേക്കും ഒരു ഇത് പാടി തീർത്തിട്ട് ഇനി എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ എന്നുള്ള ആ ഒരു ഐറ്റം മാത്രം എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഈ പറഞ്ഞാൽ 7 അഴകുള്ളൊരു, അത് 7 അഴകുള്ളൊരു ഫസ്റ്റ് ലൈനും അത്ര അങ്ങോട്ട് ഓക്കെ ആയില്ല, അതിൻ്റെ റിപ്പീറ്റും അത്ര അങ്ങോട്ടേക്ക് സെറ്റ് ആയില്ല. പിന്നെ അർച്ചനയുടെ മെയിൻ പ്രശ്നം, അത് ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിയത്, എനിക്കൊന്ന് പാറു കണ്ടു എന്ന് തോന്നുന്നു. കണ്ണാടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ നോക്കിയത് അർച്ചന മൈക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത് അർച്ചനയുടെ മൂക്കിൻ്റെയും വായുടെയും ഇടയിലാണ്. അത് മാറ്റണം. ഒരു നേസൽ ടോൺ, എസ്പെഷ്യലി ഈ അനുപല്ലവിയുടെയും ചരണത്തിൻ്റെ ബിഗിനിങ്ങിൽ ഒരു ഓൾമോസ്റ്റ് ഒരു ബേസ് റേഞ്ചൊക്കെ പോകുന്ന സമയത്ത് ഒരു എന്ന് പറയുന്ന ആ ഒരു ലിറിക്കിൻ്റെ ഒരു ക്ലാരിറ്റി അധികം അങ്ങോട്ടേക്ക് പുറത്ത് വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ 2 എയർ പാസേജും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഫ്രണ്ടിൽ ഇതുപോലെ വെച്ചിട്ട് പാടുക. എസ്പെഷ്യലി ലോ റേഞ്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ മൈക്ക് പ്ലേസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ലിറിക്കൽ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ആ ഒരു ക്ലാരിറ്റി കുറയും. കറക്റ്റ് ഇതുപോലെ ഫ്രണ്ടിൽ വെച്ചിട്ട് പാടാൻ ശ്രമിക്കുക. നന്നായിട്ട് പാടിയിട്ട് നല്ല ടോൺ, എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഉഗ്രൻ ടോണാണ് അർച്ചന. കീപ് ഇറ്റ് അപ്പ് കേട്ടോ. ഗുഡ് സോങ് സെലക്ഷൻ, അടിപൊളിയായിരുന്നു പാടിയത്. താങ്ക് യു ഷാനിക. എന്നാ പിന്നെ മാർക്സ് ചോദിക്കാം. ചേച്ചി അർച്ചന ഈ പെർഫോമൻസിന് 9 മാർക്സ്. ശരത് സർ മാർക്ക് കൊടുക്കും. 8.8 താങ്ക് യു സർ. ഷാനിക 8.8. താങ്ക് യു ഷാനിക. MG സർ good. Okay, so total 26.6. Good. Good. Superstar.